السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما نافعا. കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് ക്ലാസ് എടുക്കാൻ അവസരം ഉണ്ടായിട്ടില്ല. സുബ്ഹാനല്ലാ. എന്നാലും വേറൊരു അസീന ടീച്ചർ നിങ്ങൾക്ക് നല്ല റാഹത്തായിട്ട് ഒരുപാട് ക്ലാസ് എടുത്തു തന്നു. മാഷാ അല്ലാ മാഷാ അല്ലാ. അല്ലാഹു തആല ഓരോ സമയത്ത് അല്ലെ ഓരോ സാഹചര്യത്തിൽ നമുക്ക് ഓരോരുത്തരെ എത്തിച്ചു തരുന്ന പോലെ സുബ്ഹാനല്ലാ. അള്ളാഹു എല്ലാ നിലക്കും നമുക്ക് ആരുടെ ക്ലാസ് ആയാലും ഏത് ക്ലാസ് ആയാലും അതിൽ നിന്ന് നമുക്ക് ഉപകാരം കിട്ടണം. നാളേക്കുള്ള നമ്മുടെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടാകണം. ഈ ഒരു നിയത്തോടു കൂടി എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കുക. നല്ല നിയത്ത് ഏത് കാര്യത്തിനും നിയത്ത് നന്നാക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രതിഫലത്തിന്റെ തോത് ഒന്നുകൂടി കൂടും അല്ലെ? സുബ്ഹാനല്ലാ. അപ്പൊ അതുകൊണ്ട് നല്ല ചിന്തയോടെ നല്ല നിയത്തോടെ ഇഖ്ലാസോടെ കർമ്മങ്ങളെ നന്നാക്കാൻ പരിശ്രമിക്കുക. ഇഖ്ലാസ് ഏറ്റവും അല്ലെ അനിവാര്യമായ ഒരു ഘടകം നമുക്കറിയാം. നമ്മളെ ഇബാദത്തുകള് അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരു അമലാകണമെങ്കിൽ അതിൽ ഇഖ്ലാസ് നിർബന്ധം. ഇഖ്ലാസ് എന്ന് പറയുമ്പോ എന്താ? അത് അള്ളാഹുവിന് വേണ്ടി മാത്രം അല്ലെ, അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചിട്ട് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോൾ അതെല്ലാം അള്ളാഹ് ഇബാദത്തായി അള്ളാഹ് സ്വീകരിക്കും. അതിന് അള്ളാഹു തആല പ്രതിഫലം തരുകയും ചെയ്യും. അപ്പം നമ്മളിങ്ങനെ അൽഹംദുലില്ലാ ദിവസേന നമ്മളിങ്ങനെ ഓർമ്മപ്പെടുത്തൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? പല വിധത്തില് പല മെസ്സേജുകളായിട്ടും വീഡിയോസ് ആയിട്ടും സ്റ്റാറ്റസ് ആയിട്ടും അങ്ങനെ പല രീതിയിൽ അള്ളാഹു തആല നമ്മളെ ഉണർത്തിക്കൊണ്ടേയിരിക്കും. ഉണർത്തലിന് ഒരു കുറവുമില്ല. പക്ഷെ നമ്മൾ ഉണരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ അല്ലെ? ഇത്രയധികം ഉണർത്തലുകൾ നമുക്ക് ദിവസേന കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും നമ്മൾ വേണ്ടത്ര ഉണരുന്നുണ്ടോ, ഉത്സാഹം കാണിക്കുന്നുണ്ടോ, നല്ല സജ്ജമാകുന്നുണ്ടോ, തയ്യാറെടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കാം അല്ലെ? നമ്മൾ കഴിഞ്ഞ റമദാനിന് മുമ്പ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ പോലെ ഓർക്കുന്നു. സുബ്ഹാനല്ലാഹ് അല്ലെ? നമ്മളെ റജബും വിത്തും നനക്കലും കൊയ്യലും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞത് ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ആ റജബിലേക്ക് നമ്മൾ എത്തുകയാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്. എത്ര പെട്ടെന്ന് ആ വർഷങ്ങളും മാസങ്ങളൊക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? സുബ്ഹാനല്ലാഹ്. നമ്മുടെ ആയുസ്സുകള് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു അല്ലെ? അൽഹംദുലില്ലാ. അല്ലാഹു തആല ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ പോസ്റ്റുകൾ ഇങ്ങനെ വായിക്കുമ്പോ ശരിക്കും അല്ലെ കൊതിയായി പോകുന്നല്ലേ? ഒരു പോസ്റ്റ് കണ്ടപ്പോ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് അവിടെ സ്വർഗത്തിൽ എപ്പോഴാണോ പ്രവേശിക്കുന്നത് അന്നാണ് നമുക്കൊരു സമാധാനം അല്ലെ? പൂർണ്ണമായ ഒരു സമാധാനം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ മാത്രമാണ്. അപ്പൊ അതിന് കൊതിച്ചു പോകുന്നല്ലേ? സുബ്ഹാനല്ലാഹ്. എന്തായാലും നമുക്ക് സന്തോഷത്തോടെ ഏറ്റവും ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ റഹ്മാനായ റബ്ബ് നല്ല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലെ? ഏതൊരാളുടെയും ജീവിതത്തിലെ ആഗ്രഹം, ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണെങ്കിലും നമ്മളെ മുമ്പിൽ പലതും കറങ്ങി കിടക്കുന്നത് കൊണ്ട് അല്ലെ നമ്മള് എന്താ പറയാ അതിലേക്ക് എത്താനുള്ള ആ ഒരു ഡിസ്റ്റൻസ് നമ്മളിൽ വന്നു പോകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലെ? നമ്മള് പറയുന്നതും ചിന്തിക്കുന്നതിലും അങ്ങനെ ആണെങ്കിലും പലപ്പോഴും നമ്മൾ ഈ ദുനിയാവിന്റെ പല കാര്യങ്ങളിലും പെട്ട് നമ്മളിങ്ങനെ കറങ്ങി കിടക്കാണ് അല്ലെ? എന്താ മുന്നോട്ടുള്ള നമ്മളെ യാത്രയിൽ ഒരുപാട്, അതായത് നമ്മുടെ ശരിയായ ജീവിതത്തിന്റെ യഥാർത്ഥ യാത്ര, ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള യാത്രയിൽ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ വരികയാണ് അല്ലെ? അല്ലാഹു തആല അതിനെയൊക്കെ തരണം ചെയ്യാൻ ആ തടസ്സങ്ങളൊക്കെ നീക്കി വളരെ സ്മൂത്ത് ആയിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും റഹ്മാനായ റബ്ബേ നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ. ആമീൻ. ഇപ്പം പരിശുദ്ധ റമളാൻ ഇങ്ങനെ എത്തി 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 ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ നമ്മള് ഒരുപാട് കേൾക്കുന്നുണ്ട് റജബ് കുറെ അനാചാരങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, കുറെ ആചാരങ്ങളും ഉണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്മാർക്ക് ഭയങ്കര ആവേശം. ഇല്ലാത്ത കാര്യങ്ങൾക്ക് എന്തൊരു ആവേശമാണ് അല്ലെ? ഇല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്ത, പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ചെയ്യാൻ ഭയങ്കര ആവേശം.
സുബ്ഹാനല്ലാഹ്, എല്ലാരും ശ്രദ്ധിച്ചോ, എല്ലാരും സൂക്ഷിച്ചോ. കാരണം ബിദഅത്തുകൾ നമ്മൾ അറിയാതെ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകും. കാരണം ചെയ്യുന്ന ആള് വിചാരിക്കും ഇത് നല്ലതല്ലേ, നല്ല കാര്യല്ലേ എന്ന് വിചാരിച്ചിട്ടാ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ അതിന് യാതൊരു പ്രമാണങ്ങളുടെ പിൻബലവും ഇല്ലാതെ എന്തൊക്കെയോ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ തികച്ചും അതെന്താണ്, ബാത്തിലായ കാര്യങ്ങളായിരിക്കും. നമുക്ക് നഷ്ടത്തിന് മേൽ നഷ്ടം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അല്ലെ, പരലോകത്ത് ഈ ബിദഅത്ത് ചെയ്ത ആളുകൾക്ക് വരുന്ന നഷ്ടങ്ങൾ എന്ന് പറഞ്ഞാല് അത് തീരാത്ത നഷ്ടം. അപ്പൊ അതുകൊണ്ട് അത്തരം വിദാത്തുകളിൽ പോയി പെടുന്നതിനെ വളരെയധികം സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. സംശയമുള്ള കാര്യങ്ങളിൽ പോയി പെടണ്ട. അല്ലെ, ഉണ്ടോ ഇല്ലയോ, അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ഉറപ്പില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കുക, ഒഴിവാക്കുക. നമുക്ക് ഉറപ്പായിട്ടും ചെയ്താൽ പ്രതിഫലം കിട്ടുമെന്ന് വാഗ്ദാനം ചെയ്ത ഒരുപാട് സുന്നത്തുകളുണ്ട്. അല്ലെ, ഒരുപാടെന്ന് വെച്ചാൽ അത്രയുണ്ട്. ഒരു ദിവസം നമുക്ക് ചെയ്യാൻ ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട്. നമുക്ക് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ച, അല്ലെ, കാണിച്ചു തന്ന, അനുവദിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുക. ഇല്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോകണ്ട, സംശയമുള്ള കാര്യങ്ങളുടെ പിന്നാലെയും പോകേണ്ടതില്ല. നല്ലതല്ലേ എന്നൊരു ലേബിള് നമുക്ക് നമ്മളെ മുമ്പിൽ വെച്ച് തരുന്നത് ആരാണ്? ഇബ്ലീസ്. അല്ലെ, അവന്റെ കുതന്ത്രങ്ങളിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാം. ആദം അലൈഹി സ്വലാമിനെയും ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് വഞ്ചിച്ച, അല്ലെ, അവിടുന്ന് പുറത്താക്കാൻ കാരണക്കാരനായ ആ ഇബ്ലീസിന്റെ കുതന്ത്രത്തിൽ നമ്മൾ പെട്ടുപോകാതിരിക്കുക, വഞ്ചിതരാകാതിരിക്കുക. അള്ളാഹു തആല തന്നെ നമ്മളോട് പറഞ്ഞതാണ് ജാഗ്രത പാലിക്കണം എന്നല്ലേ. വലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. ഐഹിക ജീവിതം, ഈ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, മഹാവഞ്ചകൻ അതായത് ആ പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അപ്പം ഇന്നഹൂലക്കും അതുവും മുബീൻ എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു. ഒരുപാട് സ്ഥലത്ത് ഒരുപാട് തവണ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്? അവൻ വ്യക്തമായ ശത്രുവാണെന്ന്. അപ്പൊ ആ ശത്രുവിനെ ശത്രുവായി തന്നെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, പരിശ്രമിക്കുക, മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പൊ നമ്മള് ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒരു ടോപ്പിക് ഒന്നും സെലക്ട് ചെയ്തിട്ടില്ല. ഞാൻ അന്ന് ഖബർ ജീവിതത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാന്ന് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, എന്തായാലും ഒരു മുന്നൊരുക്കങ്ങൾ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്, അല്ലെ. പല ടീച്ചേഴ്സും നമുക്ക് പല രീതിയിൽ, വ്യത്യസ്തമായ രീതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെ പറയാന്ന് വിചാരിച്ചു. അല്ലെ, ഇപ്പൊ നമുക്ക് അള്ളാഹു തആല ഒരുപാട് ഇബാദത്തുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ആ കാര്യം എപ്പോഴും നമ്മളെ മനസ്സിൽ ഓർമ്മ വേണം. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ, അല്ലെ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെ അള്ളാഹു തആല സൃഷ്ടിച്ചത് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം. പക്ഷെ നമ്മൾ പലപ്പോഴും അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളിൽ നമ്മൾ ഷിർക്ക് വെക്കുന്നുണ്ട്, അല്ലെ. അത് പ്രകടമായ ഷിർക്ക് ചെയ്യുന്നവരുണ്ട് ഒരു ഭാഗത്ത്, അങ്ങനെ അല്ലാതെ, അല്ലെ, ഷിർക്കുൽ അസ്ഗർ, അതായത് ചെറിയ രൂപത്തിലുള്ള ഷിർക്കുകൾ പലരിലും കടന്നു വരുന്നുണ്ട്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, അല്ലെ. ജനങ്ങളെ നമ്മള് അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിനെ ഭയപ്പെടുന്നതും അള്ളാഹുവിന്റെ പ്രീതിയും അള്ളാഹുവിന്റെ പ്രതിഫലവും ആഗ്രഹിക്കുന്നതിന് അപ്പുറം ജനങ്ങളെ ഭയപ്പെടുക, ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക, അല്ലെ, ജനങ്ങളിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിക്കുക, ആ രീതിയിലേക്ക് പലപ്പോഴും മാറിപ്പോകുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അല്ലെ, നമ്മൾ ഇഖ്ലാസ്, നിയത്ത് എപ്പോഴും നന്നാക്കിക്കൊണ്ടേയിരിക്കാം. അപ്പൊ അള്ളാഹു നമുക്ക് ഒരുപാട് ഇബാദത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലെ. ചില ഇബാദത്തുകൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും, വളരെ സിമ്പിൾ ആയിട്ട് ലളിതമായ ഇബാദത്തുകൾ. അത് ചെയ്യുമ്പോൾ ചിലപ്പോൾ വലിയ പ്രതിഫലമായിരിക്കും, ചെറിയ കാര്യമായിരിക്കും, പക്ഷെ അത് വലിയ പ്രതിഫലമായിരിക്കും. എന്നാൽ അത് ചെയ്യണമെങ്കിൽ അള്ളാഹിന്റെ തൗഫീഖ് ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ സാധിക്കും, അല്ലെ. ചില ഇബാദത്തുകൾ എളുപ്പമായിരിക്കും, ചിലത് ഭയങ്കര പ്രയാസമായിരിക്കും. ഓരോന്നിനും വ്യത്യസ്തമായ അജറാണ് അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ളത്, അല്ലെ. അജർ മീൻസ് പ്രതിഫലം. ഓരോന്നിനും വ്യത്യസ്ത പ്രതിഫലം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന സാഹചര്യവും നമ്മുടെ മനസ്സും നമ്മുടെ നിയത്തും ഒക്കെ കണക്കിലെടുത്തിട്ടാണ് അള്ളാഹു തആല പ്രതിഫലം തരുന്നത്, അല്ലെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്.
അതുകൊണ്ടാണ് നിയത്തിന്റെ കാര്യം, ഇഖ്ലാസിന്റെ കാര്യം കൂടെ കൂടെ ആവർത്തിച്ചു പറയുന്നത്. നമ്മളെ മനസ്സിൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, എത്രയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ റബ്ബ് തരും എന്നാ പറയുന്നത്. അതുകൊണ്ട് വലിയ വലിയ ആഗ്രഹങ്ങൾ തന്നെ വെച്ച് പുലർത്തിക്കും. ദുനിയാവിന്റെ കാര്യത്തിലല്ല, ആഖിറത്തിന്റെ കാര്യത്തിൽ. ദുനിയാവിന്റെ കാര്യത്തിലും വലിങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഈ ദുനിയാവിൽ എത്ര വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ട് അതെല്ലാം നടന്നെന്ന് വിചാരിക്കാം അല്ലെ. ഈ എന്നിട്ട് ഇപ്പൊ ഞാൻ മരിച്ചാലോ, തീർന്നില്ലേ അല്ലെ. മരിക്കുന്നതോടുകൂടി അതൊക്കെ അവസാനിച്ചു. അപ്പൊ അതുകൊണ്ട് താൽക്കാലികമായ ഒരു ഷെൽട്ടർ, ഒരു വാടക വീട്ടിൽ നമ്മൾ കഴിയുമ്പോൾ അതിൻ്റെതായ സൗകര്യങ്ങൾ മതി. അവിടെ നമ്മൾ എന്താക്കേണ്ട, കാലാകാലം ഇവിടെ ജീവിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കേ വേണ്ട. ഇതൊരു ഷെൽട്ടർ അല്ലെ, താൽക്കാലികമായ ഒരു താമസിക്കാനുള്ള ഒരു ഒരു കേന്ദ്രം. അത്രേ ഉള്ളൂ ഈ ദുനിയാവിലെ നമ്മളെ ജീവിതം എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ ഇവിടെ കാലാകാലം ജീവിക്കേണ്ടവരാണ് അല്ലെ, ഒരുപാട് കാലം ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് കുറേ തയ്യാറെടുപ്പുകൾ ദുനിയാവിന് വേണ്ടി ആയി പോകുന്നുണ്ട് പലപ്പോഴും. എന്നാൽ നമ്മളുടെ ജീവിതം, യഥാർത്ഥ ജീവിതം ശരിക്കും ആരംഭിക്കുന്നത് തന്നെ നമ്മളെ മരണത്തോട് കൂടിയാന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. മരണത്തോട് കൂടിയാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് മരണത്തോട് കൂടി എല്ലാം തീർന്നു അല്ലേ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഓരോ കർമ്മങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രതിഫലം വ്യത്യസ്തമാണ് അല്ലെ. അപ്പൊ കുറച്ച് പ്രയാസങ്ങൾ അനുഭവിച്ച് ചെയ്യേണ്ട ഒരു ഇബാദത്ത് തന്നെയാണ് എന്ത്, നോമ്പ് എന്ന് പറയുന്നത് അല്ലെ. ഏകദേശം 10-12 മണിക്കൂറുകളോളം ഭക്ഷണവും മറ്റു വെള്ളവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട് അല്ലെ. അതായത് നമ്മളെ കയ്യിലുണ്ട്, നമുക്കത് ഉപയോഗിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ റബ്ബിന് വേണ്ടി അതൊക്കെ മാറ്റി നിർത്തുന്നു. സുബ്ഹാനല്ലാഹ്. ചിലപ്പോ നല്ല ചൂട് കാലത്തായിരിക്കും റംളാൻ കടന്നു വരിക അല്ലെ. ഇപ്പൊ റംളാൻ വരുന്നത് നല്ല ചൂട് സമയത്താണ്. സുബ്ഹാനല്ലാഹ്. ചിലപ്പോ നല്ല തണുപ്പായിരിക്കും, ചിലപ്പോ നല്ല ഒരുപാട് ജോലി ഭാരം ഉണ്ടാവും, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയമായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും തന്നെ ഇപ്പം ഈ കാലാവസ്ഥകൾ ഇങ്ങനൊക്കെ ആണെങ്കിലും അതും ആളുകൾക്ക് അല്ലെ അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തമായ അനുഭവമായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് തന്നെയാണ് എന്ത്, അതിന്റെ പ്രതിഫലവും. സുബ്ഹാനല്ലാഹ് അല്ലെ. ശരിക്കും ഇങ്ങനെ പ്രയാസങ്ങൾ സഹിച്ച് നിർവഹിക്കുന്ന നോമ്പിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്, അത് കണക്കില്ലാത്തതാണ് അല്ലെ. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ഖുദ്സിയായ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് അത് മനുഷ്യന്റെ എല്ലാ നന്മകൾക്കും 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകുന്ന അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അള്ളാഹ് പറയുന്ന എന്താണ്, ഇല്ല സൗം, അതായത് നോമ്പല്ലാതെ, നോമ്പിനൊഴികെ. ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി. സുബ്ഹാനല്ലാഹ്. നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാൻ കണക്കില്ലാത്ത പ്രതിഫലം നൽകുന്നു പറയുന്നത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് അല്ലാഹു തആല ബിഗൈരി ഹിസാബ്. അത് നമ്മള് ഇപ്പം ഒരാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയിട്ട് ഒരാൾ നോമ്പെടുത്തെന്ന് വിചാരിച്ചോ, അയാൾക്ക് പൂർണ്ണമായ നോമ്പിന്റെ പ്രതിഫലം ലഭിക്കോ? അതിന്റെ ഉത്തരം നമ്മൾ നോമ്പ് തുറക്കുമ്പോഴുള്ള ആ പ്രാർത്ഥനയിലുണ്ട് ഇല്ലേ. നമ്മൾ നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന ഒന്ന് മനസ്സറിഞ്ഞ് ചൊല്ലി നോക്കിയാ, അവിടെ തന്നെ നമുക്ക് അതിന്റെ ഉത്തരം അല്ലാഹു തആല തരികയാണ് അല്ലെ. ദാഹം ക്ഷമിച്ചു, നരമ്പുകൾ നനഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം ഉറപ്പായി. അപ്പൊ അവിടെ അതാണ് അല്ലാണ്ട് ഇപ്പൊ എല്ലാ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്ന എല്ലാവർക്കും ആ നോമ്പിന്റെ അജറ് കിട്ടുമെന്ന് ഉറപ്പില്ല. സബത്തൽ അജറു ഇൻഷാ അല്ലാഹ്. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പൊ അള്ളാഹ് ഉദ്ദേശിക്കണം, അള്ളാഹിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് അപ്പൊ അള്ളാഹിന്റെ തൃപ്തിയോട് കൂടി ആകണം നമ്മളെ നോമ്പ് അല്ലെ. അപ്പം നോമ്പാകട്ടെ എന്നിട്ട് ശരിയാക്കാം എന്ന് വിചാരിച്ച് കുറേ കാര്യങ്ങൾ ചിലര് മാറ്റി വെക്കൂലേ. അങ്ങനെ വിചാരിച്ചിട്ട് നമ്മളൊന്നും മാറ്റി വെക്കണ്ട, നീട്ടി വെക്കണ്ട. നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ ഓരോന്നും ശരിയാക്കി കൊണ്ടുവരണം.
ഖത്തമൊക്കെ ഓതാന് തുടങ്ങിക്കോളൂ, വൈകിക്കണ്ട. ഇപ്പൊ തന്നെ തുടങ്ങിക്കോ. നല്ല പരിശുദ്ധ റമദാൻ ആഗതമായി എന്ന് വിചാരിച്ചിട്ട് ഓതി തുടങ്ങിക്കോ. അതിന് നീട്ടിക്കൊണ്ടുപോകണ്ട. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. എല്ലാരും ചെയ്യുന്നുണ്ടല്ലേ നമ്മളെ ഗ്രൂപ്പിലെ? മാഷാ അല്ലാഹ് ഭൂരിപക്ഷം ആളുകളും ഖത്തമുൽ ഖുർആൻ ഗ്രൂപ്പിലൂടെ രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ ആയിട്ട് പരിശുദ്ധ ഖുർആനിലെ അർത്ഥസഹിതവും അല്ലാതെയും ഒക്കെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. നല്ല നിയത്തോടെ അത് അവിടെയൊക്കെ നിയത്ത് നന്നാക്കണം കേട്ടോ. എന്ത് കർമ്മം ചെയ്യുമ്പോഴും നിയത്ത് നന്നാകണം. വേറൊരു ചിന്ത വന്നു പോകരുത്, ഒരു റിയാ കടന്നു വരാൻ പാടില്ല. അപ്പൊ പിന്നെ അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ അതിന്റെ പ്രതിഫലം കിട്ടൂ, അല്ലെ? അപ്പം പിന്നെ നോമ്പുകാരന് പ്രതിഫലം കിട്ടണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം. അപ്പൊ പ്രത്യേകം നമ്മൾ എന്താക്കണം? ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പരിഗണിക്കേണ്ടതുണ്ട്. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എത്രയോ നോമ്പുകാരുണ്ട്, അവന്റെ നോമ്പിലൂടെ പട്ടിണി കിടന്നതല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. എത്രയോ രാത്രി നമസ്കാരക്കാരുണ്ട്, അവന് തന്റെ രാത്രി നമസ്കാരത്തിലൂടെ ഉറക്കം വിളിച്ചു എന്നല്ലാതെ മറ്റൊരു പ്രയോജനവും ഇല്ല. സുബ്ഹാനല്ലാഹ്, അല്ലെ? ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പെട്ടുപോകാൻ പാടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നോമ്പ് എടുത്തിട്ട് പട്ടിണി കിടന്നതല്ലാതെ വേറെ ഒരു പ്രതിഫലവും ഇല്ലാത്ത എത്ര നോമ്പുകാരുണ്ട് എന്ന് അള്ളാന്റെ റസൂലാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലെ? കഠിനമായ ചൂട് സമയത്ത് ജോലി ചെയ്ത് അതിനിടയിൽ നോമ്പെടുത്ത്, അല്ലെ? എന്നിട്ട് പരലോകത്തെത്തുമ്പോ ആ നോമ്പിന് പ്രതിഫലം ഇല്ലാതായാൽ എത്ര വലിയ ദൗർഭാഗ്യവാനായിരിക്കും അവൻ, അല്ലെ? നോമ്പ് വെറും പട്ടിണിയായിട്ട് പരിണമിക്കുന്ന അങ്ങനെ ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താകണം? നമ്മൾ ശ്രദ്ധിക്കണം, ഇപ്പോഴേ ശ്രദ്ധിക്കണം. നോമ്പിനെ തകർത്ത് കളയുന്ന കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ എന്താകണം? വിട്ടു നിൽക്കണം, അല്ലെ? അങ്ങനെ വിട്ടു നിൽക്കണമെങ്കിൽ എന്താകണം? ആദ്യം അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിവുണ്ടാകണം, അല്ലെ? മനസ്സിലാക്കണം. നോമ്പ് നിഷ്ഫലമാക്കി കളയുന്ന കാര്യങ്ങളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. നമുക്കതൊന്ന് പരിശോധിക്കാം, അല്ലെ? അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതെ, ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ മറന്നുപോയതാണ്. ഞാനിപ്പോ ഇത് ക്ലാസ് കഴിഞ്ഞപാട് അയച്ചുതരാം. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലെ ജുമാ ഖുതുബ, അബ്ദുസലാം മോങ്ങത്തിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ ഖുതുബ ഞാൻ എല്ലാവരോടും കേൾക്കാൻ പറഞ്ഞ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. യഖീന എന്ന വിഷയം, അല്ലെ? ആ വിഷയം അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെ ആയിരുന്നു ഇന്നലെ മിഞ്ഞാന്നുണ്ടായിരുന്ന ആ ഖുതുബ. 2 തവണ ഞാൻ കേട്ടു. അൽഹംദുലില്ലാഹ്. എന്തെന്നില്ലാത്തൊരാശ്വാസം. സുബ്ഹാനല്ലാഹ്, അള്ളാഹ് ഇങ്ങനെ നമ്മളടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്ന പോലെ, എന്താ പറയാ, ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ലേ നമുക്ക്? ശരിക്കും ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക് ഇങ്ങനെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഒരു ഒരു വല്ലാത്തൊരു അനുഭൂതി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തആല ആ ഒരു ദൃഢമായ ഒരു വിശ്വാസം. ശരിക്കും അതിൽ ഒരു ഉദാഹരണം പറയുന്നത്, അത് മാത്രം ഞാൻ പറഞ്ഞുതരാം. എല്ലാം പറഞ്ഞു തന്നാൽ നിങ്ങൾ കേൾക്കൂല, അതേ പ്രശ്നം. കേൾക്കന്നെ വേണം കേട്ടാ. ഞാൻ അത് അയച്ചു തരാം. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് ചാനലുണ്ട്, അബ്ദുസലാം മോങ്ങം ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലുണ്ട്. അതിൽ നോക്കിയാൽ അതിലും കിട്ടും. അതായത് ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടുകാരൻ നിങ്ങൾക്കുണ്ടോ? അതാണ് അതിന്റെ ടൈറ്റിൽ. അപ്പം അവിടെ അതിൽ പറഞ്ഞ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ. അതിങ്ങനെ പറയുമ്പോ ഇല്ലേ, ശരിക്കും കൊതിയായിപ്പോയി. ആ ഹഖുൽ യഖീനിലേക്ക് ഇങ്ങനെ പറഞ്ഞെത്തുമ്പോ അള്ളാഹ്, എന്താ പറയാ, ആ സ്വർഗം ഇങ്ങനെ കണ്ട പോലെ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ സ്വർഗം കണ്ടിട്ടുണ്ടോന്നാ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചേ, അല്ലെ? ശരിക്കും അന്ന് സ്വർഗത്തെ കുറിച്ചല്ല പറഞ്ഞത്. നമ്മൾ ആ സ്വർഗത്തിലേക്ക് എത്താൻ, നമ്മളെ വിശ്വാസം ദൃഢമാക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ആ ഈമാൻ, അല്ലെ? ആ ഈമാൻ, ആ ശക്തമായ ഈമാൻ അള്ളാഹു നമുക്ക് എല്ലാം തന്നെ അനുഗ്രഹിക്കട്ടെ. യഖീൻ, അല്ലെ? ഇപ്പൊ ഇൽമ്, ഇപ്പൊ ഇവിടെ എനിക്കത് പറയാൻ ഓർമ്മ വന്നതന്നെ അതുകൊണ്ടാണ്. അതായത് നമുക്ക് എന്തിനെ കുറിച്ചും അറിവ് വേണം, അല്ലെ? ആദ്യം ഒരു ഇൽമ് നമുക്ക് കിട്ടി, പിന്നെ അത് കൺകാഴ്ച, ദൃഢമായ ഒരു കൺകാഴ്ച, അല്ലെ? അതറിയാം, ആ യഖീൻ. പിന്നെ അത് യാഥാർത്ഥ്യമാകുന്ന, അനുഭവിക്കുന്ന അവസ്ഥയാണ് എന്ത്? ഹഖുൽ യഖീൻ. അപ്പൊ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തരുന്നുണ്ട്. അത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും കണ്ടതുപോലെ നമുക്ക് അള്ളാഹും അവന്റെ റസൂലും
വിശദീകരിച്ച് തന്നിട്ടുണ്ട് അല്ലെ. ശരിക്കും സൂറത്തുൽ വാഖയെല്ലാം നമ്മൾ എത്ര ഓതിയതാ. ആ വാഖയിലൂടെ കടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ് സ്വർഗം ഇങ്ങനെ കണ്ട് സ്വർഗവും നരകവും ഒക്കെ കാണാൻ കഴിയും. സൂറത്തുർ റഹ്മാൻ അല്ലെ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അങ്ങോട്ടൊന്നും പോണ്ട, ചെറിയ സൂറത്തുകളിൽ തന്നെ ഉണ്ട്. അപ്പൊ ആ ഒരു ഹഖുൽ യഖീൻ എന്നുള്ള ആ ഒരു ഇതിലേക്ക് അതിൽ ഉദാഹരണം പറഞ്ഞത് കുറെ കാര്യങ്ങൾ പറഞ്ഞത് സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചാൽ ഒരു തേൻ വിൽപ്പനക്കാരൻ അതിന്റെ ഗുണമേന്മകൾ അയാള് ഒരു വിശ്വസ്തനായ ഒരാളാണെങ്കിൽ വിശ്വാസയോഗ്യമായ ഒരാളാണെങ്കിൽ നമ്മളോട് ഇങ്ങനെ പറയുന്നത്, എന്റെ അടുത്ത് ഇങ്ങനെ ഒരു തേനുണ്ട്, അത് നല്ല ശുദ്ധമായ തേനാണ്, അങ്ങനെയാണ് ഇങ്ങനെ അതിന്റെ കുറെ ഗുണങ്ങൾ. അപ്പൊ നമുക്കതൊരു ഇൽമ കിട്ടി. ഇൽമുൽ യഖീനാന്ന് വെച്ചാൽ വിശ്വസ്തനാണ്, അതുകൊണ്ട് ഇൽമുൽ യഖീൻ. പിന്നെ നമ്മൾക്കത് കൊണ്ടുവന്ന് തരികയാണ്. അപ്പൊ നമ്മൾ അതിനെ കണ്ടു. ഹഖുൽ യഖീൻ, ആ ഒരു കൺകാഴ്ച അതെല്ലാരും കാണും അല്ലെ, എല്ലാവർക്കും കാണിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ, അത് രുചിച്ചു നോക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, രുചിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ മാധുര്യം അറിയാം അല്ലെ. സുബ്ഹാനല്ലാഹ്, ആ സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാല് നമുക്കതിന്റെ ആസ്വാദനം നമുക്കറിയാൻ കഴിയും. ഇപ്പൊ ഇങ്ങനെ പറയാന്നല്ലാതെ ഒരിക്കലും നമുക്കത് എത്രത്തോളം പറഞ്ഞാലും അത് അവർണ്ണനീയമാണ്. അള്ളാഹു നമ്മളെത്തിക്കട്ടെ. ആമീൻ. ആ സ്വർഗത്തിന്റെ അനുഭൂതികളിലേക്ക് ഇങ്ങനെ ആസ്വദിച്ച് അതിലെ ഓരോന്നും അള്ളാഹു താല ഇങ്ങനെ പറഞ്ഞത് നമ്മളെ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, ഒരാൾ ഇതുവരെ ആസ്വദിച്ചിട്ടില്ലാത്ത ആ സ്വർഗം. സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും അല്ലേ. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ സ്വർഗത്തിലേക്ക് കടക്കുമ്പോ തന്നെ നമുക്ക് ഒന്നിച്ച് കയറാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നമുക്ക് അത്രമാത്രം കർമ്മങ്ങളും നമ്മളെ കയ്യിലില്ല അല്ലെ. അതിന് മാത്രം ഉതകുന്ന സൽക്കർമ്മങ്ങളും നമ്മളെ കയ്യിലില്ല. അപ്പൊ അതിന് മാത്രം അമൽ ചെയ്യാൻ, അതിന് ഉതകുന്ന കർമ്മങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിമയായിട്ട് ദുനിയാവിൽ ജീവിക്കാൻ, അള്ളാഹുവിന്റെ ഇഷ്ടദാസനായി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ ആഗ്രഹിക്കാം. നമ്മളെ കണ്ണുകൾ അടച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോ സ്വർഗം ഒന്ന് കണ്ടു നോക്ക്. നമ്മൾ അള്ളാഹു തആല പറഞ്ഞെന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന് കുറേ കാര്യങ്ങളില്ലേ അല്ലെ. നമ്മൾ എന്തെല്ലാം കേട്ടിട്ടുണ്ട്, എന്തെല്ലാം അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ വെറുതെ ഇരിക്കാൻ ഇവിടെ ആർക്കാ നേരമുള്ളല്ലേ. വെറുതെ ഇരിക്കാനും നേരില്ല, സ്വർഗത്തെ കുറിച്ച് ചിന്തിക്കാനും നേരില്ല. എന്നിട്ടല്ലേ അല്ലെ അത് സ്വപ്നം കാണാന്. സുബ്ഹാനല്ലാഹ്, കുറച്ച് സമയമെങ്കിലും നമ്മൾ സ്വർഗത്തെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ദുആ ചെയ്യണം. അല്ലാഹു നമ്മളെല്ലാവരെയും സ്വർഗാവകാശികളിൽ ഏറ്റവും ഉന്നതമായ ദരജയിലേക്ക് എത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആ സ്വർഗത്തിന്റെ അല്ലെ നമ്മൾ പലപ്പോഴും എത്രയോ തവണ സ്വർഗത്തെ കുറിച്ച് നമ്മൾ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട് അല്ലെ. അല്ലാഹു എത്തിക്കട്ടെ. ആമീൻ. അപ്പം നമുക്ക് പരലോകത്തെത്തിയിട്ട് ആ ഗ്രന്ഥം നൽകുന്ന ഒരു അവസ്ഥ പറയുന്നുണ്ട് അല്ലെ. സൂറത്തുൽ ഹാഖയിലല്ലേ എന്താണ് പിന്നെ അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാ ഉഖ്റഉ കിതാബിയ, അത് അല്ലെ. അതായത് വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുമ്പോ അവന് ആ സന്തോഷം കൊണ്ട് എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന പറയുന്നു അല്ലെ. അപ്പൊ അവിടെ ഒരു കാര്യം പറയുന്നത്, ഇന്നി വലന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ ഈ ഹിസാബിനെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അല്ലെ. റബ്ബിനെ കണ്ടുമുട്ടും എന്നുള്ളത് കാര്യത്തില് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിന്ന് പറയുന്നത്. ആ വിശ്വാസമാണ് നമ്മളെ ഹൃദയത്തിലുണ്ട്. റബ്ബിനെ കാണണം അല്ലെ. എന്റെ റബ്ബിനെ, എന്നെ സൃഷ്ടിച്ച, എനിക്ക് എല്ലാം ചെയ്തു തരുന്ന, എന്റെ ഏറ്റവും അല്ലെ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ റബ്ബിനെ എനിക്ക് കാണണം എന്നുള്ള, കണ്ടുമുട്ടണം. അതും എങ്ങനത്തെ കാഴ്ച, എങ്ങനെയുള്ള കാഴ്ച അല്ലെ. ആ സന്തോഷത്തോടെ വുജൂഹു യൗമ ഇദിൻ നാഇമ, ആ തിളങ്ങുന്ന മുഖത്തോടെ പ്രശോഭിതമായ നിലയിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾ ആഗ്രഹിക്കണം അല്ലെ. ആ ഒരു വിശ്വാസം, ആ ഒരു ചിന്ത നമ്മളെ കർമ്മങ്ങളിലെല്ലാം ഉണ്ടാകണം. ഇഹ്സാനോട് കൂടി ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഏതൊരു കർമ്മവും വിശ്വാസത്തോടെ അള്ളാഹുവിൽ പരിപൂർണമായും തവക്കുൽ ചെയ്തുകൊണ്ട് അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പം ഇവിടെ പറഞ്ഞു വന്ന വിഷയം
നോമ്പ് അല്ലെ, നോമ്പാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നോമ്പില് നമ്മള് സൗഭാഗ്യവാനായിരിക്കാൻ ഒരുപാട് അല്ലെ. 2 ദിവസം മുമ്പ് വേറൊരു ക്ലാസ്സിൽ കേട്ട നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ കേട്ടാന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കേട്ടത് റജബ് എന്നുള്ളത് വിത്തിറക്കുന്ന മാസം. അത് മഹാന്മാര് പറഞ്ഞ ഉദ്ധരണികളാണ്, ഹദീസിൽ വന്ന കാര്യമൊന്നുമല്ല. അത് മഹാന്മാർ അങ്ങനെയാണ്, ഉലമാക്കൾ അങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. റജബില് വിത്തിറക്കാം, ഷാബാനിൽ അത് നനച്ച് പിന്നെ റമദാനിൽ കൊയ്തെടുക്കുക എന്നുള്ളത്. അതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞത് റജബ് എന്നുള്ളത് കാറ്റുപോലെയും ഷാബാൻ എന്നുള്ളത് മേഘങ്ങൾ പോലെയും എന്നിട്ട് റമദാൻ എന്നുള്ളത് മഴ പോലെ. ശരിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല ആ ഒരു ഉദാഹരണം. ശരിക്കും അതൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ അല്ലേ. കാറ്റിങ്ങനെ അടിച്ച് മേഘങ്ങൾ ഉരുണ്ടുകൂടി എന്നിട്ട് ഇങ്ങനെ മഴ വർഷിക്കുന്ന പോലെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാന്. സുബ്ഹാനല്ലാഹ് അല്ലെ. മഴ എന്ന് പറയുമ്പോ അതിന് കണക്കില്ലാലോ അല്ലെ. ഒന്ന് ചിന്തിച്ചു നോക്കി. അതങ്ങനെ കണ്ണിൽ കണ്ടപ്പോ ഉണ്ടല്ലോ ഇങ്ങനെ ആഗ്രഹിച്ചു പോയി, കൊതിച്ചു പോയി. അള്ളാഹു അങ്ങനെ തൗഫീഖ് നീ നൽകണേ റഹ്മാനെ അല്ലെ. അതുപോലെ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതിനിപ്പോ എന്താ ചെയ്യ, കുറേ എന്തെല്ലോ ചെയ്യണോന്നും ഒന്നുമില്ല. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ ഒന്നും കൂടി ഒന്ന് നന്നാക്കിയാൽ മതി, ഒന്ന് ഭംഗിയാക്കിയാൽ മതി അല്ലെ. അപ്പം ആ റമദാനിലേക്ക് അള്ളാഹു താല നമ്മളെല്ലാരെയും ആരോഗ്യത്തോടെ ആഫിയത്തോടെ അള്ളാഹു എത്തിക്കട്ടെ. ആമീൻ. അപ്പം ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ, അള്ളാഹു ഹറാമാക്കിയ കുറേ കാര്യങ്ങളുണ്ട്, നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ. അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത്. സൗബാൻ റളിയല്ലാഹു നിവേദിച്ചിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, എന്റെ വിഭാഗത്തിൽ, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകളെ ഞാൻ തിരിച്ചറിയും. അവർ അന്ത്യനാളിൽ വെളുത്ത തിഹാമാ മലകളെ പോലെയുള്ള നന്മകളുമായി വരുന്നതാണ്. അപ്പോൾ അള്ളാഹു ആ നന്മകളെ ചിതറപ്പെട്ട ധൂളികളാക്കുന്നതാണ്. സൗബാൻ അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അവരെ ഞങ്ങൾക്ക് വർണ്ണിച്ചു തന്നാലും വ്യക്തമാക്കി തന്നാലും ഞങ്ങൾ അറിയാതെ അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ടവരുമാണ്. നിങ്ങൾ രാവിനെ സ്വീകരിക്കുന്നത് പോലെ അവരും സ്വീകരിക്കും. പക്ഷേ അള്ളാഹു ഹറാമാക്കിയതിൽ അവർ ഒറ്റപ്പെട്ടാൽ പ്രസ്തുത ഹറാമുകളെ അവർ യഥേഷ്ടം പ്രവർത്തിക്കും. അതാണ്, ഇങ്ങനെ നമ്മൾ പെട്ടുപോകാൻ പാടില്ല അല്ലെ. ശരിക്കും വിശ്വാസികൾ, സത്യവിശ്വാസികൾ പലരും ഓരോരുത്തരും അവരവരുടെ ദൗർബല്യങ്ങൾക്കനുസരിച്ച് ചില പാപങ്ങളിൽ അകപ്പെടാറുണ്ട് അല്ലെ. ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ട് പിശാചിന്റെ പ്രേരണകൾക്ക് വിധേയനായി അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ട് അമൽ ചെയ്തിട്ടും ഒരു ഉപകാരം ഉണ്ടാവില്ല പരലോകത്ത്. കാരണം എന്താ, ഈ ഹദീസ് അതാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഒരു വലിയ തിഹാമാ പർവ്വതങ്ങൾ പോലെ നന്മകളുമായിട്ട് വരും. അത്രയും നന്മകൾ, കൂമ്പാരങ്ങൾ നന്മകൾ കൊണ്ടുവന്നിട്ട് അള്ളാഹു തആല അതൊക്കെ പൊടിച്ച് ധൂളികളാക്കി പാറ്റിക്കളയൊന്നും ഉണ്ടാവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പൊ എന്താ പറഞ്ഞത്, നിങ്ങളെപ്പോലെ തന്നെ, നിങ്ങളെ കൂടെ തന്നെ ഉള്ളവരാണ്, നിങ്ങളെ സഹോദരങ്ങളാണവര് അല്ലെ. അവരെല്ലാം ചെയ്യുന്നുണ്ടാകും. അവിടെ വെച്ച ഒരു മിനിറ്റ്. അപ്പം കർമ്മങ്ങൾ കുറെ ഉണ്ടാവും, പക്ഷെ അള്ളാഹു ഹറാമാക്കിയതിൽ അവരെന്താണ്, ഒറ്റക്കായാല് ഹറാമുകൾ ചെയ്യുന്ന ഒരവസ്ഥ സൂക്ഷിക്കണം. ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത് അല്ലെ. തനിച്ചാകുമ്പോ, ആരും ഇല്ലാന്ന് കാണുമ്പോ, ആരും അറിയുന്നില്ല എന്ന് കാണുമ്പോ നമ്മള് തെറ്റുകൾ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ദൗർബല്യങ്ങൾ നമുക്കുണ്ടോ, മാറ്റണം, മാറ്റി നിർത്തണം. മാറ്റിയേ പറ്റൂ, ഇല്ലെങ്കിലോ തീർന്നല്ലേ, ഒന്നും കാര്യമില്ല. എത്ര പട്ടിണി കിടന്നിട്ട്, എത്ര രാത്രി ഉറക്കമൊഴിച്ചിട്ടും ഒരു കാര്യമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇൻ കേസ് സംഭവിച്ചു പോയി എന്ന് വിചാരിക്കാം, ഒരിക്കലും അല്ലെ എപ്പോഴെങ്കിലും ഒക്കെ സംഭവിച്ചു പോയി എന്ന് വിചാരിക്കാം. അന്നേരം എന്താക്കണം, പശ്ചാത്തപിക്കണം, തൗബ ചെയ്യണം, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, തുടർന്നുള്ള ജീവിതം പാപമുക്തമാക്കണം, സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്യണം.
അല്ലാതെ കിട്ടുന്ന അവസരം കിട്ടുമ്പോഴെല്ലാം നന്മ ചെയ്യാം, എന്നിട്ട് അവസരം കിട്ടുമ്പോൾ തെറ്റും ചെയ്യാം. ഈ ഒരവസ്ഥയിൽ നമ്മൾ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഫുൾ ബ്ലാങ്ക് ആവുന്ന ആളൊന്നും ഉണ്ടാവില്ല. വിചാരിക്കണ്ട നന്മ കുറെ ചെയ്ത് കുറെ തിന്മയും ചെയ്ത് അത് തുലാസ് നോക്കുമ്പോ ഏകദേശം ആ നന്മേന് കൂടുതലുള്ളത്, അതുകൊണ്ട് രക്ഷപ്പെടാമെന്നൊന്നും വിചാരിക്കണ്ട. നഷ്ടാണ്. ശ്രദ്ധിക്കണം. രഹസ്യ ജീവിതം പാപമുക്തമാക്കണം. ഭയങ്കര സൂക്ഷിക്കണം. പരസ്യമായിട്ട് ആരും അങ്ങനെ വലിയ തെറ്റൊന്നും ചെയ്യൂല അല്ലെ. പരസ്യമായി തെറ്റ് ചെയ്യുന്ന ആൾക്കാർ അത് പിന്നെ എന്താണ്, അത് അങ്ങനെ തന്നെ മുദ്രകുത്തിയ കുറച്ച് ആൾക്കാരുണ്ടാവും. അല്ലാത്ത ആളുകളൊക്കെ എന്താണ്, രഹസ്യമായിട്ട് തിന്മകൾ ചെയ്യുന്ന ആളുകളാണ് ഭൂരിപക്ഷം ആളുകൾ. കാരണം മനുഷ്യൻ എന്താണ്, ഖുലിഖൽ ഇൻസാൻ ദഈഫ എന്നാണ് അല്ലെ. അല്ലാഹു തആല മനുഷ്യനെ ഭയങ്കര ദുർബലനായിട്ട് സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദൗർബല്യം, ചില ഇച്ഛകൾ, ദേഹേച്ഛകൾ, പിശാചിന്റെ പ്രേരണക്ക് വശംവദരായി തിന്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള കൂട്ടത്തിൽപ്പെട്ടവരാണോ നമ്മള്? നിർത്തിക്കോ, ഇപ്പൊ നിർത്തിക്കോ. ഈ സെക്കൻഡിൽ സ്റ്റോപ്പ് ചെയ്തോ, തീരുമാനിച്ചോ. നോമ്പ് വേണോ, റമദാനിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ടോ, ഇപ്പൊ നിർത്തിക്കോ. അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ സ്പോട്ടിൽ സ്റ്റോപ്പ് ചെയ്തോ. രക്ഷയില്ല, വേറൊരു മാർഗവും ഇല്ല. തിന്മകളെ പൂർണ്ണമായിട്ട് ഗുഡ് ബൈ പറയാം. കാരണം നമ്മളെ ശത്രു നമ്മളെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാക്കാന്ന്? ലിയകൂനുമിൻ അസ്ഹാബിസ് സഈർ, വേദനയേറിയ ആ നരകത്തിന്റെ ആൾക്കാരാകാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ശത്രു നമ്മളെ പിന്നാലെ വന്നിട്ട് ഇങ്ങനെ പ്രേരണ നൽകുന്നത്. അതിൽ നമ്മൾ പെട്ടുപോകാനേ പാടില്ല. സൂക്ഷിക്കാം. അല്ലാഹു എല്ലാരെയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. ഹറാമുകളെ തൊട്ട് ജാഗ്രത പാലിക്കാം. പിന്നെന്താ പറയുന്ന വെച്ചാല്, മറ്റുള്ളവരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കാതിരിക്കാന്നുള്ളത്. അത് ഉപദ്രവിക്കാന്നുള്ളത് അല്ലെ, മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല. ആദ്യത്തത് സ്വന്തത്തിനോട് അക്രമം പ്രവർത്തിച്ച ആളുകൾ, വാലിമുലി നഫ്സ്. മറ്റേത് എന്താ പറയുക വെച്ചാല്, മറ്റുള്ളവരോ, അതായത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാം. എന്താ ചോദിക്കുന്ന അറിയോ? അതദ്റൂനമൽ മുഫ്ലിസ്, മുഫ്ലിസ് ആരാന്നറിയോ? മുഫ്ലിസ് എന്ന് വെച്ചാല് പാപ്പരായവർ ആരാണെന്ന് നിങ്ങൾക്കറിയോ? അപ്പോ പിന്നെ സഹാബാക്കൾ പറഞ്ഞ്, പാപ്പരെന്ന് വെച്ചാൽ ആരാന്ന്? മല്ലാ ദിർഹം ലഹു വലാമത്ത, അല്ലെ, ദിർഹമും ദീനാറും ഒന്നും ഇല്ലാത്ത ഒരാളാണ് എന്ത്? പാപ്പരെന്ന് പറഞ്ഞു. ഒന്ന് പണവും വിഭവങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് പാപ്പരെന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെയൊന്നുമല്ല. എന്റെ സമുദായത്തിലെ പാപ്പരായവെന്ന് പറഞ്ഞാല് ആരാന്നറിയോ? നിസ്കാരവും നോമ്പും സക്കാത്തും എല്ലാം കൊണ്ടുവരും. പക്ഷെ അവൻ എന്താക്കിയിട്ടുണ്ടാവും? ഒരാളെ ശകാരിച്ചിട്ടുണ്ടാകും, മറ്റാളെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടുണ്ടാകും, വേറൊരാളെ സ്വത്ത് തിന്നിട്ടുണ്ടാകും, മറ്റൊരുത്തന്റെ രക്തം ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഓരോരുത്തരെ കുറിച്ചും ഇങ്ങനെ ഇത് കൊണ്ട് നടന്നിട്ടുണ്ടാവും. അങ്ങനെ അവിടെ നിന്ന് വിചാരണ നടക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും അവരെ പിന്നെ വിഭവങ്ങൾ ഇങ്ങനെ എന്താക്കും, എടുത്തു കൊടുക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ ഇങ്ങനെ കൊടുത്ത് എന്താകും, അവർക്കെല്ലാം വീതിച്ചു കൊടുക്കാനേ ഉണ്ടാവും ഇവന്റെ പുണ്യങ്ങൾ. അങ്ങനെ പുണ്യങ്ങളെല്ലാം കൊടുത്ത്, പക്ഷെ അവർക്ക് ഇനിയും കൊടുക്കാൻ ബാക്കിയുണ്ട്, കടം ബാക്കി. അപ്പൊ എന്താവുന്നറിയോ? പുണ്യം തീർന്ന് പിന്നെന്താവെന്ന് വെച്ചോ, അവര് ചെയ്ത പാപങ്ങൾ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആക്കും. സുബ്ഹാനല്ലാഹ്. അത് ചിന്തിച്ചു നോക്കിയിട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻല്ലേ. നമുക്ക് വിചാരിക്കാൻ കഴിയാത്തൊരു കാര്യല്ലേ ഇത്. ഈ ദുനിയാവ് നമ്മൾ സമ്മതിക്കോ ഈ കാര്യം? അല്ലേ, ഒരിക്കലും ഇല്ലല്ലേ. നമ്മളെ അക്കൗണ്ടിൽ നിന്ന് നമ്മളറിയാതെ നമ്മളെ പൈസ ഇങ്ങനെ വേറെ ആൾക്കാർക്ക് ഇങ്ങനെ പോകുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്നിട്ട് വേറെ ആളെ പേരില് ഓർക്ക് കുറെ കടം, ലോണും ബാങ്കും പലിശയെല്ലാം ഉണ്ട്, അത് നമ്മളെ പേരിലേക്ക് ട്രാൻസ്ഫർ ആണെന്ന് വിചാരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയട്ടെ അങ്ങനെ ഒരു ചിത്രം. നമ്മളെ അക്കൗണ്ടിൽ ഒരുപാട് പൈസ ഉണ്ടായിന്, അതെല്ലാം ആർക്കെല്ലോ പോയി. എന്നിട്ട് ആരുടെല്ലോ കടം, ബാങ്കിലെ കടം, പലിശ, ലോൺ അതെല്ലാം നമ്മളെ പേരിലേക്ക് വന്ന് എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ഈ ദുനിയാവുന്നത് അംഗീകരിച്ചു കൊടുക്കോ, സമ്മതിക്കോ?
ഒരിക്കലും ഇല്ല അല്ലെ. പക്ഷെ ഇതാണ് നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം. എങ്ങനെയാണിത് സംഭവിക്കുന്നത്? ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എന്താകപ്പോ? നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന പറയുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം, ഈ ഒരു പാപ്പരാകുന്ന ഒരവസ്ഥ ആരെയും ഒന്നും പറയണ്ട, ആരെ കുറിച്ചും ഒന്നും പറയണ്ട. എന്തിനാ മറ്റുള്ള ആളെ കുറിച്ച് നമ്മൾ പറയുന്നല്ലേ? മറ്റുള്ള ആളെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് എന്താ കാര്യമുള്ളേ? എന്താ കിട്ടാനുള്ളല്ലേ? സുബ്ഹാനല്ലാഹ്. എന്തോ ഒരു ആസ്വാദനം എല്ലാവരും കാണുന്നുണ്ട് അല്ലെ? ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാല് ഇങ്ങനെ പറഞ്ഞു നടക്കാൻ എന്തൊരു ആവേശമാണ്, എന്ത് രസാന്നല്ലേ അത് കേൾക്കാന്. അതിന് പിന്നെ കുറച്ച് മസാല എല്ലാം കൂട്ടി കുറച്ചും കൂടി നല്ലവണ്ണം ഉപ്പും കുരുമുളകും എല്ലാം ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് വെറും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടാല് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലെ? അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് ഇങ്ങനെ പറഞ്ഞു നടക്കലെന്നെ. സുബ്ഹാനല്ലാഹ്. ആ പറയുമ്പുള്ള രസമല്ലാണ്ട് അതിന് വേറൊരു രസവും ഇല്ല. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അപ്പൊ അതുകൊണ്ട് ആരെ കുറിച്ചും ഒന്നും പറയാൻ നിൽക്കണ്ട. നാവിനെ സൂക്ഷിക്കുക. നമ്മള് ഒരു ക്ലാസ്സിൽ വിശദമായിട്ട് അതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അന്ന് കേട്ടപ്പോ എല്ലാരും തീരുമാനമെടുത്തി ഞാനിനി ആരെ കുറിച്ച് ഒന്നും പറയൂല. എന്നിട്ട് എത്ര ദിവസം ആ കാര്യം പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ? ഞാൻ എന്നോടും തന്നെ പറയുന്നതാണേ അല്ലെ. നമ്മളെ ജീവിതത്തിൽ പല വിഷയങ്ങൾ വരുമ്പോ നമ്മളിങ്ങനെ ഓരോരുത്തരെ കുറിച്ച് നമ്മളിങ്ങനെ പലതും പറഞ്ഞു പോകൂലെ. സത്യത്തില് നമ്മൾ ചിന്തിക്കണം, നമ്മളെ അക്കൗണ്ടുകൾ കാലിയാകുന്നുണ്ടോ, നമുക്ക് നഷ്ടം വരുന്നുണ്ടോ എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലവരും തന്റെ സ്നേഹിതന്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടോ മറ്റോ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ദീനാറും ദിർഹമും ഫലം ചെയ്യാത്ത ദിവസം വരും മുമ്പായി ഈ ലോകത്ത് വെച്ച് തന്നെ മാപ്പ് ചോദിച്ച് തന്റെ പാപത്തിൽ നിന്ന് മോചനം നേടിക്കൊള്ളട്ടെ. അവൻ വല്ല സൽക്കർമ്മവും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത അക്രമത്തിന്റെ തോതനുസരിച്ച് അതിൽ നിന്ന് എടുക്കും. അവന് നന്മകളൊന്നും ഇല്ലെങ്കിലോ ആക്രമിക്കപ്പെട്ട സഹോദരന്റെ പാപത്തിൽ നിന്ന് ഒരു ഭാഗം ഇവന്റെ മേൽ ചുമത്തും. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ആരെ കുറിച്ചും ഒന്നും പറയാൻ പോണ്ട. നമ്മൾ ശ്രദ്ധിക്കാം, മറ്റുള്ളവരെ ഉപദ്രവിക്കണ്ട. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെയും ഉപദ്രവിക്കണ്ട. ഒരാളെ ഉപദ്രവിക്കണ്ട. മൂന്നാമതായിട്ട് പറയുന്ന കാര്യം എന്താ അറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലവനും കളവ് പറയലും അത് പ്രവർത്തിക്കലും ഉപേക്ഷിക്കാത്ത പക്ഷം അവൻ തന്റെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. മറ്റൊരു ഇതിൽ പറയുന്നത്, നോമ്പെടുത്താൽ നിന്റെ കാതും കണ്ണും നാവും കളവിൽ നിന്നും ഹറാമുകളിൽ നിന്നും നോമ്പെടുക്കട്ടെ. അയൽവാസിയെ ഉപദ്രവിക്കുന്നത് നീ ഒഴിവാക്കുകയും ചെയ്യണം. നിന്റെ നോമ്പിന്റെ ദിവസം നിനക്ക് ഗാംഭീര്യവും അച്ചടക്കവും ഉണ്ടാകണം. നിനക്ക് നോമ്പുള്ള ദിവസം നോമ്പില്ലാത്ത ദിവസം ഒരുപോലെ ആകരുത്. സുബ്ഹാനല്ലാഹ്. നോമ്പുകാരൻ ഇതെല്ലാം ഒഴിവാക്കണം എന്നാ പറയുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തില് അനാവശ്യമായ സംസാരം, പ്രവൃത്തി, മോശമായ സംസാരം, പ്രവൃത്തി പൂർണ്ണമായും ഒഴിവാക്കണം. കാരണം അങ്ങനെ അല്ലാതെ വെറുതെ ഭക്ഷണവും പാനീയവും മാത്രം ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹ്ക്ക് യാതൊരു ആവശ്യമില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് അനാവശ്യമായ സംസാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, കളവിൽ നിന്ന്, പിന്നെ ഹറാമുകളിൽ നിന്ന്, കണ്ണും കാതും നാവും എല്ലാം എല്ലാം നമ്മൾ എന്താക്കുക, നോമ്പെടുക്കണം എന്നാ പറയുന്നത്. എല്ലാം നമ്മള് പിന്നെ കഴിഞ്ഞ ശനിയാഴ്ച ഉണ്ടോ നമ്മളൊരു ക്ലാസ് കേട്ടത്? ശനിയാഴ്ചയാണോ അല്ല ഏതാ ദിവസം എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അന്ന് പിന്നെ നമുക്ക് നോമ്പിനെ ഒരു ഉമ്മയായിട്ട് പറഞ്ഞു തന്നല്ലേ, നമ്മളിലേക്ക് കുറെ കാലത്തിന് ശേഷം തിരിച്ചു വരുന്ന ഒരു ഉമ്മയെ പോലെ കാണാൻ വേണ്ടി കുറെ ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്ന സമയത്ത് ഒരാൾ ഈ ദുനിയാവിലെ എല്ലാ വസ്തുക്കളും മുസ്ലിം ആണെന്നും എല്ലാ അള്ളാഹുവിന്റെ കൽപ്പനക്ക് അനുസരിച്ച് വിധേയപ്പെട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഓരോ വസ്തുക്കളെ നമുക്ക് എടുത്ത് ഉദാഹരിച്ച് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ശരിക്കും നമ്മള് പിന്നെ മുസ്ലിം ആയിട്ടുണ്ടോ? നമ്മളൊരു മുസ്ലിമാണോ?
നമ്മൾ അള്ളാഹുവിന് വിധേയപ്പെട്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി അള്ളാഹുവിനെ അനുസരിച്ചിട്ടാണോ നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്നത്? നമ്മൾ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ കൽപ്പനകളെ പാലിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഇന്നലെ മിന്നാന്നുണ്ടായ കുത്തുബ കേൾക്കണം എന്നാണ്. അതിലൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ഒരിക്കലും കൂടെ കൂടികളാകാൻ പാടില്ല. എല്ലാരും ചെയ്യുന്നത് നമ്മളും ചെയ്യുന്നത് അങ്ങനെ അല്ലെ? അതിപ്പോ എങ്ങനെയെന്ന് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ കഴിയാ? എല്ലാരും അങ്ങനെയാണ്, അതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെ. അങ്ങനെ നാടോടുമ്പോ നടുവ് ഓടുന്ന പറഞ്ഞ പോലെ എല്ലാരും കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളിലെല്ലാം നമ്മളും ഇങ്ങനെ ഇൻവോൾവ് ആയിട്ട് നമ്മളും അതിന്റെ ഭാഗമായിട്ട് നമ്മളും ഇങ്ങനെ അതേപോലെ ജീവിക്കുന്നല്ലേ. നമുക്കൊരു മാറ്റം വരണം, മാറ്റം വരുത്തണം, പക്ഷെ കഴിയുന്നില്ല അല്ലെ? എങ്ങനെ കഴിയാ അല്ലെ? നമ്മളിങ്ങനെ ഒരു സമൂഹത്തില് കുറെ കുടുംബത്തിലെ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ ജീവിക്കുമ്പോ നമുക്ക് എങ്ങനെ മാറാൻ കഴിയുന്നില്ലല്ലോ അല്ലെ? അപ്പം നമ്മൾ മാറുമ്പോ എന്താവും? കുറ്റപ്പെടുത്തലുകള്, ഒറ്റപ്പെടുത്തലുകള്, പല രീതിയിലുള്ള പ്രയാസങ്ങള്. സുബ്ഹാനല്ലാഹ്. അപ്പൊ വീണ്ടും മനുഷ്യൻ എന്താകും? ഇങ്ങനെ കൂടെ കൂടികളായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ വരില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറഞ്ഞ കാര്യം എന്ന് വെച്ചാല് ആ ഒരു നോമ്പുള്ള ദിവസം, നോമ്പില്ലാത്ത ദിവസം ഒരുപോലെ ആകാൻ പാടില്ല എന്ന് പറയുന്നു പ്രത്യേകം. അത് ശ്രദ്ധിക്കാം. പിന്നെ നാലാമതായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഷിർക്കാണ് അല്ലെ? നോമ്പ് എടുക്കുക, ഷിർക്ക് ചെയ്യാം. ശരിക്കും എത്ര വലിയ തെറ്റാണതില്ലേ? നമ്മൾ ഒരിക്കലും അല്ലെ, വിഗ്രഹാരാധന മാത്രമല്ല ഷിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ കഴിവുകൾ നമ്മൾ മറ്റു സൃഷ്ടികൾക്ക് വെച്ചു കൊടുക്കലാണ്. അള്ളാഹു എല്ലാത്തിലും എന്താണ്? അഹദാണ് അല്ലെ? അള്ളാഹു അഹദാണ്, ഏകനാണ്. അള്ളാഹിന്റെ കഴിവ് ഒരു സൃഷ്ടിക്കും കൊടുത്തിട്ടില്ല അല്ലെ? അങ്ങനെ കൊടുത്തെന്ന് വിശ്വസിക്കലും അള്ളാഹിനെ കാണുന്ന പോലെ പിന്നെ അള്ളാഹ് കാണുന്ന പോലെ കാണാനും കേൾക്കാനും ചെയ്യാനൊക്കെ കഴിയുമെന്ന് വിശ്വസിക്കുമ്പോ ചിലര് അല്ലെ അങ്ങനെ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ? അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒക്കെ അങ്ങനെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചിട്ട് അവരോട് ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. മരണപ്പെട്ടു പോയ അത്തരം ആളുകളോട് അല്ലെ ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലെ, അവർക്കൊക്കെ അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ശിർക്കാണ് അത് അല്ലെ? കട്ട ശിർക്കാണ് അത്. അങ്ങനെ ശിർക്കും വെച്ചിട്ട് നോമ്പെടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടാ? ഒരു കാര്യമില്ല. വെറും പട്ടിണി 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 മാത്രം. അള്ളാഹു അല്ലാത്തവരിലേക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഇബാദത്തുകൾ പോകുന്ന, പ്രാർത്ഥനകളും മറ്റു നേർച്ച വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകള് നോമ്പെടുത്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും. കാരണം വലൗ അഷ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നു. സോറിയാ, ഒരു കോള് വന്നിട്ടാണ്, അർജന്റ് കോൾ ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്തതാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് വലൗ അഷ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവർ അള്ളാഹുവിനോട് പങ്കു ചേർത്തിരുന്നുവെങ്കിൽ അവർ പ്രവർത്തിച്ചിരുന്നതെല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം നിഷ്ഫലമായി പോകുമായിരുന്നു. ഒന്നും ഉണ്ടാവില്ല അല്ലെ? ലൈൻ അഷ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അങ്ങനെയാ പറഞ്ഞത് അല്ലെ? നീ അള്ളാഹുൽ പങ്കു ചേർക്കുന്ന പക്ഷം നിശ്ചയമായും നിന്റെ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോകുന്നതാണ്. എന്നിട്ട് എന്താകും?
നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അപ്പോ ശ്രദ്ധിക്കാം. അങ്ങനെയുള്ള ആരെങ്കിലും അല്ലെ ഈ രൂപത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ശിർക്ക് ജീവിതത്തിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ തബാറക്കല്ലാ അല്ലെ, അള്ളാഹു താല ഈ പങ്കുവെക്കുന്നതിൽ നിന്നെല്ലാം എന്താണ്, അള്ളാഹു എത്രയോ അനുഗ്രഹീതനാണ്. അതുകൊണ്ട് ആ വിഷയം നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക. അത്തരം തിന്മകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. പിന്നെ പറയുന്ന കാര്യം എന്താ അറിയോ, 5 നേരത്തെ നിസ്കാരം ഒഴിവാക്കാന്നുള്ളത്. ശരിക്കും കുറെ ആൾക്കാരുണ്ട് അല്ലെ നിസ്കരിക്കാത്ത ആൾക്കാരായിട്ട്. നോമ്പ് കൃത്യമായിട്ട് എടുക്കുന്നുണ്ടാവും, പക്ഷെ നിസ്കരിക്കൂല. നിസ്കരിക്കാണ്ട് നോമ്പെടുത്തിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാ? ഈ നോമ്പിന് പരലോകത്ത് പ്രതിഫലം ലഭിക്കൂല എന്ന് പറയുന്നു. കാരണം നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഇസ്ലാമിൽ എന്തില്ല, ഒരു സ്ഥാനവും ഇല്ല. ഇസ്ലാമിന്ന് പുറത്താന്ന് പറഞ്ഞത്. ഇസ്ലാമിൽ നിന്ന് പുറത്തായെന്ന്. കാഫിർ, ഒരു മുസ്ലിം ഒരു കാഫിറും തമ്മിലുള്ള അതിന്റെ അന്തരം എന്ന് പറയുന്നത് നിസ്കാരം ശരിക്കും അല്ലെ. നിസ്കാരം ഉപേക്ഷിച്ചാല്, നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവൻ കാഫിറാന്ന് പറഞ്ഞത്, ഇസ്ലാമിന് പുറത്താണെന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നമ്മളെ മുസ്ലിം സമൂഹത്തില് എത്ര ആളുകള് കൃത്യമായ നിസ്കാരം നിർവഹിക്കാതെ മുസ്ലിം എന്ന് പറഞ്ഞ് ജീവിക്കുന്നവര്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇസ്ലാം അല്ലെ, അപ്പം നിസ്കരിക്കാത്ത ആള് നോമ്പെടുത്തിട്ട് എന്താ പ്രയോജനമുള്ളത്? അപ്പൊ അതുകൊണ്ട് ശരിക്കും അല്ലെ, ഒരു മുസ്ലിമിന്റെയും ഒരു ഷിർക്കിന്റെയും കുഫറിന്റെയും അടുക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നിസ്കാരം ഉപേക്ഷിക്കലാന്ന് പറഞ്ഞത്. നിസ്കാരം ഉപേക്ഷിച്ചാൽ കാഫിറെ. പക്ഷെ നമ്മളെ നാട്ടില് അതൊന്നും വലിയ വിഷയമൊന്നല്ല അല്ലെ. നിസ്കരിക്കാണ്ടിരിക്കുന്ന ആളെ കുറിച്ചിട്ട് നമുക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവൂല. അതിൽ ശരിയായിക്കോളും. അങ്ങനെയാണല്ലേ, അതിൽ ശരിയാക്കി എടുക്കാം. ശരിക്കും നിസ്കരിക്കാത്ത ഒരാള് വിവാഹാലോചന നടത്താൻ പോലും പാടില്ല എന്നാണ്. ഒരു വിവാഹാലോചന നടന്ന അയാളെ കൃത്യമായി നിസ്കരിക്കാത്ത ഒരാളെന്ന് പറഞ്ഞാല് ആ എന്റെ അടുത്ത് ഒരാൾ സംശയം ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ആലോചന, പിന്നെ ഒരു കുട്ടി ഒരാലോചന വന്നിട്ട് പിന്നെ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാല് ഇങ്ങനെ അന്വേഷിച്ചു. അപ്പൊ ആ കുട്ടിക്ക് നിർബന്ധം എന്ന് വെച്ചാൽ 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഒരാൾ തന്നെ ആകണം എന്നാണ് നിർബന്ധം. അപ്പോ പിന്നെ അങ്ങനെ ഒരു ആലോചന വന്ന് നല്ല തന്നെ, അത്യാവശ്യം നല്ല കുടുംബവും എല്ലാം നല്ല തന്നെ. അങ്ങനെ ചോദിച്ച ആ കുട്ടി പെണ്ണ് കാണാൻ വന്നപ്പോ ഈ കുട്ടി ചോദിച്ചോലു, നിങ്ങൾ എല്ലാ നേരം 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കലുണ്ടോ? അപ്പൊ പറഞ്ഞ് എല്ലാ നേരം പോക്കില്ല, സുബഹിക്ക് തീരെ പോക്കില്ല, നിസ്കരിക്കലുണ്ട്, ചിലപ്പോ എല്ലാം കാളായി പോക്കുണ്ട് എന്ന് പറഞ്ഞോരു സത്യം പോലെ പറഞ്ഞു. അന്നേരം ഈ കുട്ടി ചോദിക്കുന്ന പോലും ഞാൻ ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടേ, എന്താ വേണ്ടേ, എനിക്ക് ആ സംശയിച്ചിട്ട് എന്റെ അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞ എന്താ പറയാ. അപ്പൊ ആൾക്കാരെല്ലാം പറയുന്ന വെച്ചാല് അത് ശരിയായിക്കോളും. പിന്നെ അത് ഓനും പറയുന്നുണ്ടല്ലോ അതെല്ലാം ശരിയാക്കി എടുക്കാം. മടി കൊണ്ട് ചില സമയത്ത് മടി കൊണ്ട് അലസത കൊണ്ട് ഉറങ്ങിപ്പോകുമ്പോ പിന്നെ ചിലപ്പോൾ കള്ളായി പോകുന്നതാണ്. അങ്ങനെ രീതിയിൽ ഒരു ഒരു എന്താ പറയാ, അത്ര ഗൗരവമില്ലാത്ത രീതിയിൽ. അപ്പൊ എല്ലാരും പറഞ്ഞ പോലും ആ ഒരു കാരണത്തിനൊന്നും വേണ്ടെന്നൊന്നും പറയണ്ട. പക്ഷെ ആ കുട്ടിക്ക് ഭയങ്കര നിർബന്ധമാണ് ഇത്. അപ്പൊ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ ഇപ്പം പറയാൻ എനിക്ക് അറിയില്ല. കാരണം ആ കുട്ടി ഇസ്തിഖാറ നിസ്കരിച്ച് ദുആ ചെയ്തിട്ട് തീരുമാനം എടുത്തോട്ടെ. ശരിയാവുമായിരിക്കും, ചില ആൾക്കാർ ശരിയാവും, ചില ആൾക്കാർ ശരിയാവൂല. അതിപ്പോ നമുക്ക് പറയാൻ കഴിയില്ല, അതെല്ലാം അള്ളാന്റെ കൈമലാണ്. അപ്പോ പിന്നെ എന്താ വേണമെന്ന് അങ്ങനെയുള്ള കുട്ടികളുണ്ട്. എന്നാ ഇതിനൊന്നും പ്രശ്നമില്ലാത്ത ആളുകളും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. പക്ഷെ ശരിക്കും ഇതൊക്കെ വലിയ ഗൗരവത്തിൽ കാണേണ്ട വിഷയം തന്നെയാണ് അല്ലെ. പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കണം ശരിക്കും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത് നിർബന്ധമാണ് പള്ളിയിൽ ജമാഅത്തിന് പോകാൻ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വിഷയമുണ്ട്. സുബഹിക്ക് പള്ളിയിൽ വരാത്ത ആളുകളുടെ വീടുകൾ ഞാൻ അഗ്നിക്കിരയാക്കുമായിരുന്നു എന്ന് പറഞ്ഞ. അവിടെ സ്ത്രീകളും കുട്ടികളും ഇല്ലായിരുന്നെങ്കിൽ അങ്ങനെ തീ അവരെ കത്തിച്ച് കൊല്ലുന്ന പറഞ്ഞത്. അത്രക്കും റസൂലിന് ദേഷ്യം ഉണ്ടായ ഒരു വിഷയമാണ് പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാത്ത ആളുകളെ കുറിച്ച്. അത്രയും ഗൗരവമുള്ള വിഷയമാണ് അല്ലെ. അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂമിനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാ. അദ്ദേഹം അന്ധനാണ്, ജന്മനാ കണ്ണ് കാണാത്ത ഒരു സഹാബിയായിരുന്നു അല്ലെ. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച്, നബി രാവിലെ തന്നെ ഇങ്ങനെ പള്ളിയിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിച്ചോട്ടെ എന്ന്. അപ്പൊ ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആന്ന് പറഞ്ഞു. പിന്നെ ചോദിച്ചു താങ്കൾക്ക് ബാങ്ക് കേൾക്കോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ബാങ്ക് കേൾക്കാം, എന്നാ എന്തായാലും വരണം എന്ന്. ആ കാഴ്ചയില്ലാത്ത ആ സഹാബിക്ക് പോലും ഇളവ് കൊടുത്തിട്ടില്ല ജമാഅത്ത് നിസ്കാരത്തിന് വരുന്ന വിഷയത്തിൽ.
പക്ഷെ നമ്മളിന്ന് അല്ലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായാലും വാഹനവും എല്ലാം അടുത്തടുത്തടുത്ത് പള്ളികളും എല്ലാം ഉണ്ടായാലും വീട്ടിൽ നിസ്കരിക്കുന്ന എത്രയോ ഹതഭാഗ്യവാന്മാർ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹത്തെയാണ് എന്താക്കുന്നത്, നഷ്ടപ്പെടുത്തുന്നത്. അല്ലെ, വുളൂ ചെയ്ത് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ എന്തെല്ലാം പ്രതിഫലമാണ്. ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട്. പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കും. അല്ലെ, ഓരോ കാൽപാദം വെക്കുമ്പോ അതൊക്കെ നന്മകൾ രേഖപ്പെടുത്തും, തിന്മകൾ മായ്ക്കപ്പെടും. അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിഫലം പറഞ്ഞ ഒരു സൽക്കർമ്മമാണ്. അത് നിർബന്ധമാണ്. ശരിക്കും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു കാര്യമാണത്. അത്രയും നിർബന്ധമായ കാര്യമാണ്. പക്ഷെ നമ്മൾ ഇതിനൊക്കെ വളരെ നിസ്സാരമായി കാണുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മളെ മക്കളെയും നമ്മളെ വീട്ടിലുള്ള പുരുഷന്മാരെയൊക്കെ പറഞ്ഞയക്കണം, പള്ളിയിൽ പറഞ്ഞയക്കണം. സുബഹിക്ക് തന്നെ സുബഹി ആ ജമാഅത്തായിട്ട് അള്ളാന്റെ പള്ളിയിൽ പോയി നിസ്കരിച്ചാലുണ്ടല്ല, അള്ളാന്റെ സംരക്ഷണം, അവൻ അള്ളാന്റെ സംരക്ഷണത്തിലായി എന്നല്ലേ, ഈ ദിമ്മത്തിലാണ്, അള്ളാന്റെ സംരക്ഷണത്തിലായി. അള്ളാന്റെ സംരക്ഷണത്തിലായ പിന്നെന്താ വേണ്ടേ? പിന്നെ ഒന്നും പേടിക്കാനില്ല. അല്ലെ? സുബ്ഹാനല്ലാഹ്. ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാം. നമ്മൾ പലപ്പോഴും അല്ലെ, ഈ ഒരു ജമാഅത്ത് പള്ളി ഈ നിസ്കരിക്കുന്നുണ്ടാവും, എല്ലാവരും നിസ്കരിക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് അത് നമുക്ക് സൗകര്യമില്ലാത്ത സമയത്ത് കളാക്കാണ്ടല്ലോ അവിടെ നിർന്നലായിട്ട് അങ്ങനെയെല്ലാം നിസ്കരിക്കുന്നുണ്ടാവും. ജീവിതത്തിന്റെ എന്ത് കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ ഈ നിസ്കാരം എന്നുള്ളതുണ്ടല്ലോ, ഈ 5 നേരത്തെ നിസ്കാരം അത് കണക്ട് ചെയ്തിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്യണം. യാത്രക്കാർക്ക് ഇളവുണ്ട് അല്ലെ, ആ ഇളവ് സ്വീകരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അത് യാത്രയിൽ ഓക്കെ. അല്ലാത്ത സമയത്ത് നമ്മൾ നാട്ടിൽ താമസിക്കുമ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ എന്താക്കണം, വളരെ ഗൗരവത്തില് നമ്മളെ മക്കളെ അതിന്റെ ഗൗരവം പറഞ്ഞ് പഠിപ്പിച്ചിട്ട് തന്നെ വളർത്തണം. ആൺകുട്ടികളെ പ്രത്യേകിച്ചിട്ട് ഈ കാര്യത്തില് നമ്മൾ ശ്രദ്ധിക്കാം. അപ്പം നിസ്കരിക്കാത്ത ഒരാളെ നിസ്കാരം ഒഴിവാക്കിയാല് അവന്റെ നോമ്പ് എന്താകൂല, സ്വീകരിക്കൂല. അത് നമ്മൾ ശ്രദ്ധിക്കാം. അത് ഭയങ്കര ഗൗരവത്തിലുള്ള വിഷയമാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകള് പിന്നെ നോമ്പ് നോക്കണ്ടെന്നല്ല പറയുന്നത്, നേരെ മറിച്ച് എന്താക്കണം, പശ്ചാത്തപിച്ചിട്ട് ഇനി അങ്ങോട്ടുള്ള, ഇപ്പം ചില ആൾക്കാർ അങ്ങനെ ഉണ്ടാവും അല്ലെ, ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എന്താക്കുക, നിസ്കാരം നിർബന്ധമായ 5 നേരത്തെ നിസ്കാരത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ പരിശ്രമിക്കുക, കൊണ്ടുവരാൻ നിർബന്ധമായിട്ടും ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, നിസ്കരിക്കാത്ത ഒരാൾ നോമ്പെടുത്താൽ അവന്റെ നോമ്പ് പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ തള്ളപ്പെട്ടതും സ്വീകരിക്കപ്പെടാത്തതും അവന് ഉപകാരപ്പെടാത്തതുമാകുന്നു. നമ്മൾ അവനോട് പറയുന്നു, നീ നിസ്കരിക്കുക എന്നിട്ട് നോമ്പെടുക്കുക. നിസ്കരിക്കാതെ നീ നോമ്പെടുത്താൽ നിന്റെ നോമ്പ് നിന്നിലേക്ക് തന്നെ തള്ളപ്പെട്ടതാകുന്നു. കാരണം ഒരു കാഫിറിൽ നിന്നും ആരാധനകൾ സ്വീകരിക്കപ്പെടുന്നതല്ല. നിസ്കരിക്കാണ്ട് എന്തും ചെയ്തിട്ട് കാര്യമില്ല. ഏറ്റവും ആദ്യം അല്ലെ, നമ്മൾ പരലോകത്ത് വിചാരണയിൽ ആദ്യം പരിശോധിക്കുന്ന നിസ്കാരം. അത് ശരിയായിട്ടില്ലെങ്കിൽ അവിടെ തോറ്റാല് പിന്നെ ഒന്നും നോക്കൂല, വേറെ ഒരു കിതാബും നോക്കൂല. വേറെ കുന്നോളം മലയാളം കുറെ കാര്യങ്ങൾ ചെയ്തെന്ന് വിചാരിച്ചോ, അതൊന്നും നോക്കൂല. മുഖം കുത്തിയ നിലയിൽ നരകത്തിലേക്ക് വലിച്ചേക്ക് കൊണ്ടുപോകുന്നവർ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. അപ്പൊ അത് 5-ാമത്തെ കാര്യം അതാ പറഞ്ഞത്, നിസ്കാരത്തിന്റെ കാര്യത്തില് നോമ്പെടുക്കുന്ന ആള് നിസ്കാരം ശരിയാകണം. അപ്പൊ കൃത്യമായിട്ട് ഇപ്പം സ്ത്രീകൾക്കും തന്നെ ഈ വിഷയത്തിൽ വീഴ്ച വരുത്തുന്ന സ്ത്രീകളുണ്ട്, ഇപ്പോഴും വീഴ്ച വരുത്തുന്ന സ്ത്രീകളുണ്ട്. എത്രയോ കാലമായിട്ട് ക്ലാസ് എല്ലാം കേട്ടിട്ടും ഈ വിഷയത്തിൽ ശരിക്ക് ശ്രദ്ധിക്കാതെ വീഴ്ച വരുത്തുന്ന സ്ത്രീകളുണ്ട്. ശ്രദ്ധിക്കണം. പുരുഷന്മാർക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കൽ നിർബന്ധമാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു നമസ്കാരം അസ്വലാത്തു ലി വഖ്തിഹാ എന്നുള്ള ആ ഒരു ഇതില് ഏറ്റവും ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കാൻ ശ്രദ്ധിക്കാം. നമ്മൾ എന്ത് തിരക്കുണ്ടെങ്കിലും അതെല്ലാം അവിടെ മാറ്റി വെച്ചിട്ട് നിസ്കരിക്കാൻ നിൽക്കുക. നിസ്കാരം മാറ്റി വെച്ചിട്ട് നമ്മളെ തിരക്കുകൾ ചെയ്യാന്നുള്ളതല്ല അല്ലെ. എന്ത് തിരക്കുണ്ടെങ്കിലും ബാങ്ക് കൊടുത്താല് അതെല്ലാം അവിടെ വെച്ചിട്ട് നിസ്കരിക്കാൻ പോയോക്ക്. നമ്മൾ മാറ്റിവെച്ച ആ കാര്യങ്ങൾക്ക് അള്ളാഹു നമുക്ക് അതിന് ശേഷം എളുപ്പം നൽകും, എളുപ്പമാക്കി തരും ഉറപ്പായിട്ടും. ബാങ്ക് കൊടുത്താല് വേഗം നിസ്കരിക്കാം. മിക്ക സ്ത്രീകളുടെയും വൈകുന്ന നിസ്കാരം എന്ന് പറയുന്നത് ളുഹറാണ് അല്ലെ. സുബയും മഗ്‌രിബെല്ലാം കറക്റ്റ് സമയത്ത് നിസ്കരിക്കും. ളുഹറ്, അസർ, ഇഷ ഈ കാര്യത്തില് കുറച്ച് വീഴ്ച വരുത്തുന്നുണ്ട് സ്ത്രീകൾ പൊതുവെ. ഇഷ കുറച്ച് വൈകിയാൽ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ളുഹറ്, അസർ അല്ലെ, എല്ലാം നമ്മൾ എന്തിനാ വെറുതെ വൈകിപ്പിക്കുന്നത്? നമ്മൾ അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകളാകാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ. അസ്സാബിഖൂനൽ അവ്വലൂന ആകാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ആദ്യം മുൻഗണന, ഏറ്റവും ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അങ്ങനെയുള്ള ആളുകളിൽ ഉൾപ്പെടണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്.
വിചാരണയില്ലാതെ അതാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു കൂട്ടത്തിൽ പെടണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നിസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ച വരുത്താൻ പാടുണ്ടോ? പാടില്ല. എന്താണെങ്കിലും ഇപ്പൊ ഒരു കുന്നോളം പാത്രം ഉണ്ട് വിചാരിക്കുക, അത് കഴുകി കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. ബാങ്കൊടുത്ത് ബാങ്കൊടുത്ത് പാത്രം ഉണ്ട് ബേസിനില്, ഇപ്പൊ എന്താക്കണ്ടേ? അത് അവിടെ വെച്ചിട്ട് നിസ്കരിക്കാൻ പോകാന് വേഗം ആദ്യം അള്ളാഹ്ക്കുള്ളത് ആദ്യം. അല്ല അന്നേരം നമുക്ക് ബാക്കി പണി ജോലി കാര്യങ്ങളെല്ലാം അള്ളാഹു താല എന്താക്കി തരും? നമുക്ക് എളുപ്പാക്കി തരും. അള്ളാഹു എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. ആമീൻ. അതുകൊണ്ട് നിസ്കാരം വെറുതെ വൈകിപ്പിക്കരുത് കേട്ടോ. വേഗം നിസ്കരിക്കുക. ദുഹറും അസറും മഗ്‌രിബും ഇശാ സുബഹി എല്ലാം വേഗം 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 നിസ്കരിക്കുക. ഇത്തിരി ഒന്നും വൈകിന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, വല്ലാതെ വൈകിക്കാൻ പാടില്ല. അത് ശ്രദ്ധിക്കേണ്ടത്. ബാങ്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ നിസ്കരിക്കാന്നുള്ള ഒരു സിസ്റ്റെങ്കിലും നമ്മൾ കൊണ്ടുവരണം. അതിന്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതെല്ലാം നമ്മളൊരു കൃത്യതയോടെ എന്താ ഒരു ഇത് കൊണ്ടുവരണം, ഒരു തർത്തീബാക്കണം. അതാണ് ഈ വിത്ത് 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 എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കേണ്ട എന്തോ ഇടുന്നോ കയറ്റുമതി ചെയ്തിട്ട് കൊണ്ടുവരേണ്ട സാധനമാണ്. ഇതെല്ലാം നമ്മൾ കൃത്യമായ തർത്തീബോടുകൂടി ചെയ്താൽ തന്നെ ഇതെല്ലാം തന്നെ വിത്ത്, നല്ല വിത്തുകൾ. നമ്മൾ ചെയ്യുന്ന അമലുകളെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധയോടെ ചെയ്യാം. ഇതൊക്കെ നേരത്തെ കേട്ട് 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 പ്രാവർത്തികമാക്കി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. മാഷാ അള്ളാഹു എല്ലാവർക്കും നിലനിർത്തി കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഏതൊരു കാര്യം ഒരു തവണ ചെയ്യാൻ 2 തവണ ചെയ്യാൻ നമുക്ക് ഈസി ആയിരിക്കും, പക്ഷെ അത് ജീവിതകാലം മുഴുവനും ചെയ്യാന്നുള്ളത് എന്താണ്? ഒരു ടാസ്ക് ആണ് ശരിക്കും. അതാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ആ ഒരു ടാസ്കാണ് നമ്മൾ എടുക്കേണ്ടത്. എന്ത്? മരിക്കുന്നത് വരെ അള്ളാഹ്ക്ക് പ്രിയപ്പെട്ട അടിമകളായി ദുനിയാവിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തിട്ട്, അത് പെർഫെക്റ്റ് ഇബാദത്ത് അല്ലെ, പെർഫെക്റ്റ് ഇബാദത്ത് ചെയ്തിട്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല് ശരിയായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ നോമ്പെടുക്കാന്നുള്ളത്. അതായത് നമ്മൾക്ക് അത് വിശ്വാസത്തോടു കൂടി എടുക്കണം. അല്ലാതെ എല്ലാവരും നോമ്പെടുക്കുന്ന ആളെല്ലാം നോമ്പെടുക്കുന്നു, പിന്നെ ഞാനിങ്ങനെയൊന്നും മാറി നിൽക്കാതെ തിന്നാണ്ട് കുടിക്കാണ്ട് നിൽക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോമ്പെടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പറ്റൂല അല്ലേ? മൻ സ്വമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ഹദീസാണിത് അല്ലെ. ആരെങ്കിലും നോമ്പ് റമളാനിൽ ഈമാനോടെ വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടുകൂടി നോമ്പെടുത്താൽ അവന് അവന്റെ മുൻപഴിഞ്ഞ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മളെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്താക്കേണ്ടത്? നോമ്പെടുക്കേണ്ടത്. എല്ലാ വിശ്വാസവും നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകണം അല്ലെ. ഈമാനും എഹ്തിസാബും വേണം. എഹ്തിസാബ് എന്ന് പറഞ്ഞാല് പ്രതിഫലം ആഗ്രഹിക്കുന്ന, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിക്കണം നമ്മൾ. അള്ളാഹു വാഗ്ദാനം ചെയ്തത് കണക്കില്ലാത്ത പ്രതിഫലമാണല്ലേ. സുബ്ഹാനല്ലാഹ്. പാപമോചനം, സ്വർഗപ്രവേശനം, നരകമോചനം, ഇതെല്ലാം നമ്മൾ ആഗ്രഹിക്കണം. പട്ടിണിയായി പരിണമിക്കുന്ന ദൗർഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാതെ അള്ളാഹു ഇഷ്ടപ്പെട്ട, അവന്റെ തൃപ്തിപ്പെട്ട നല്ല ദാസന്മാരിൽ ഉൾപ്പെടാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. റഹ്മാനായ അള്ളാഹുവെ, നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അള്ളാഹുവെ ഞങ്ങൾ ഓരോരുത്തരും എല്ലാ ദിവസവും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നത്. ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ നാഥ. ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്ന തെറ്റുകൾ, പാകപ്പിഴവുകൾ അള്ളാഹുവെ നിന്റെ മഹത്തായ ഫضലുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. നമ്മൾ മനുഷ്യരാണ്, മനുഷ്യ സഹജമായ ഒരുപാട് വീഴ്ചകളും പോരായ്മകളും ഉണ്ട് അള്ളാഹുവെ. അതൊക്കെ തിരുത്തിക്കൊണ്ട് നിന്റെ തൃപ്തിയിലായിക്കൊണ്ട് ഈ ദുനിയാവിൽ ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ നാഥ. ഞങ്ങളുടെ അറിവില്ലായ്മ, ഞങ്ങളുടെ കഴിവില്ലായ്മ, ഞങ്ങളുടെ സാഹചര്യം, ഒരുപാട് തെറ്റുകൾ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ട് അല്ലാഹുവേ. അതൊക്കെ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ചെയ്തു പോയ തിന്മകൾക്കെല്ലാം പകരമായി ഒരുപാട് നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ തിന്മകളെല്ലാം നീ നന്മകളാക്കി മാറ്റിത്തരണേ റഹ്മാനെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തഖ്വ കാത്ത് സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ. ഞങ്ങളിൽ നിന്ന് രോഗികളായി പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ നേരത്തെ ദുആവസിയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുടുംബത്തിന്റെ കാര്യം. ആക്സിഡന്റ് പറ്റിയിട്ട് വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അല്ലാഹു തആല അവർക്ക്
പരിപൂർണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആ കുടുംബത്തിന് അള്ളാഹു. എത്രയും പെട്ടെന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നല്ലതായ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ആശ്വാസവും ക്ഷമയും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹു ഇനി മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين.